വിശാല കൊച്ചിയുടെ മാനത്ത് 6000 കോടി രൂപയുടെ മെട്രോ ആണ് ചൂടം വിളിച്ചിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നല്ല രസമാണ്. വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് കൊച്ചിയിൽ ഇനിയും. എന്നാലും വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിൽ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചി തന്നെ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഇന്നത്തെ വാർത്താ പകലിൽ കൊച്ചി പഴയ കൊച്ചി തന്നെ എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത്. 3 മണിക്കൂറിൽ താഴെ മാത്രം പെയ്ത മഴയിൽ നഗരമൊന്നാകെ വെള്ളത്തിൽ മുങ്ങി. കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിൻ കോർപ്പറേഷൻ പരിധികളിൽ കനത്ത വെള്ളക്കെട്ടുമുണ്ടായി. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളം കയറി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് ഇൻഫോ പാർക്കിലേക്ക് വെള്ളം കയറില്ല എന്നാണ്. ഇന്നും വെള്ളത്തിന് കയറാൻ പറ്റി. ലഘു മേഘവിസ്ഫോടനം എന്ന് പറയുമ്പോഴും കൊച്ചിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതിന് ഉദാഹരണമാണ് ഈ കനത്ത വെള്ളക്കെട്ടിന് കാരണമെന്ന് കൊച്ചിയിലെ പ്രദേശവാസികൾ പറയുന്നു. ഈ വെള്ളക്കെട്ടിന്റെ മെയിൻ പ്രധാന പ്രശ്നം മെട്രോയുടെ ഈ അയ്യനാട് കൊടുത്ത പാലം. ആ പാലം ഒതുക്കി ചെയ്തതിന്റെ ഒറ്റ കാരണമാണ് ഈ ജനങ്ങൾ മുഴുവൻ അറിയിക്കുന്നത്. റോഡിന്റെ ശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ കാര്യമല്ല. സാധാരണ രീതിയിൽ അരമണിക്കൂർ മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം താഴത്തോട്ട് പോകും. ഇവിടെ വീടുകളിൽ കയറാറില്ല. ഇത് പോകുന്നില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം അമ്പേപാളിയതോടെയാണ് കൊച്ചിയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് പോയത്. മഹാനഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലായതിൽ ഭരണകൂടത്തിനുള്ള പങ്ക് ചെറുതല്ല. മഴക്കാലപൂർവ്വ ശുചീകരണം അതെന്താണെന്ന് കൊച്ചി കോർപ്പറേഷനോ കളമശ്ശേരി, തൃക്കാക്കര നഗരസഭകൾക്കോ അറിയില്ല. ജില്ലാ ഭരണകൂടം കേട്ടിട്ട് പോലുമില്ല. പരമകഷ്ടം. മറ്റൊന്നും കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറയാനുണ്ടാകില്ല. പറക്കമറ്റാത്ത കുരുന്നുകളെ തോളിലേറ്റി മറുകര പിടിക്കുന്ന മാതാപിതാക്കളെയും കണ്ടു ഇന്ന് കൊച്ചിയിൽ. തോട് കടക്കാനല്ല, റോഡ് കടക്കാനാണ് ഈ അതിസാഹസികത. ഫുള്ള് വെള്ളമാണ്. ഇവിടെ ഒരു കനാലുണ്ട്. ആ കനാൽ ഓവർഫ്ലോ ആയിട്ട് ഇതിലെ വരുന്നതാണത്. സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ സാധാരണ വെള്ളം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കാണുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടകൾ വൃത്തിയാക്കാത്തതും മാലിന്യങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവും വെല്ലുവിളിയായി. ഇക്കാരണങ്ങൾക്കൊപ്പം ജനപ്രതിനിധികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥത കൂടിയായതോടെ കൊച്ചിയിൽ വെള്ളക്കെട്ട് പൂർണ്ണം. പ്രതീക്ഷിക്കാർ എടുത്തു മാറ്റാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മഴ കയറിപ്പോയി വെള്ളം. സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യണമല്ലോ. ബാത്റൂമിൽ പോകുമ്പോൾ അതൊക്കെ ക്ലോസറ്റൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചടങ്ങ് പോലെയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിന് എക്സ്പേർട്ടായിട്ട് ഒരാളോ ഇവിടെ എവിടെയുണ്ട് തോന്നുന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഇപ്പം നമ്മളൊരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടൊരു പഠനം, അതിന് സൊല്യൂഷൻ കാണലില്ല. കേരളത്തിന്റെ IT ഹബായ ഇൻഫോ പാർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിതാപകരം. രാജ്യാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്ക് ഇന്നും വെള്ളത്തിൽ മുങ്ങി. നടക്കാൻ പറ്റുന്നില്ല ഒന്ന്. പിന്നെ വണ്ടി ഇതപ്പോ കാറ് ഞാൻ വൈഫിനോട് വെയിറ്റ് ചെയ്യാ. കാല് ഫുള്ള് ഇതായി കിടക്കല്ലേ. ഓഫീസിനകത്തും വെള്ളം കയറിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ മാത്രം 200 വീടുകളിൽ വെള്ളം കയറി. വെള്ളത്തിനടിയിലായ വാഹനങ്ങളുടെ എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മേഘവിസ്ഫോടനത്തിലുണ്ടായ അപ്രതീക്ഷിത മഴയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറഞ്ഞ് കൈയൊഴിയാനാവില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. മറുപടി പറഞ്ഞ് മതിയാവും. ഓരോ വർഷവും എത്രയെത്ര പദ്ധതികളാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കൊച്ചിയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതിന് പ്രഖ്യാപിക്കുന്ന തുകയും പദ്ധതിയുമൊക്കെ എവിടെ പോകുന്നുവെന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഒരു ചെറുമഴയിൽ പോലും സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കൊച്ചിയിലെ നഗര ഗ്രാമ മേഖലകൾ കടന്നു പോകുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടവരാകട്ടെ മുട്ടാപ്പോക്ക് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് ഇക്ബാലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.